ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ പുട്ട വെച്ച് അതിൽ എനിക്ക് മീൻകറി വേണ്ട, അതാണ് തേൻ ചേർത്ത് കഴിച്ച്. ഹസ്ബൻഡിന് ദോശയും ചമ്മന്തിയായിരുന്നു, അത് കൊടുത്തായിരുന്നു. ഞാനെല്ലാം ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ അസിസ്റ്റൻ്റാണേ. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക്, അതുകൊണ്ടാണേ. പിന്നെ അത് കഴിഞ്ഞ് അവൾ ജനൽ തുടയ്ക്കാൻ ഇറങ്ങി. 2 ജനൽ ഒരു ദിവസം അവൾ തുടച്ചത്. ഈ ജനൽ തുടയ്ക്കാൻ തറ ഉടയ്ക്കുന്ന കമ്പ് വെച്ചിട്ടുണ്ട് അവൾ, അതും തുടച്ച് ജനലിൽ തുണി കൊണ്ടൊക്കെ കമ്പിയൊക്കെ തുണി കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് അവൾ ഒരു മണിയാകുമ്പോൾ അവൾ പോകും. എന്നിട്ടെല്ലാം ഫുഡ് കൊണ്ടുവന്ന് ഹസ്ബൻഡ് മേശപ്പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതുണ്ടായിരുന്നു, ടിന്നിലെ ട്യൂണ ഫിഷ്, അത് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയായിരുന്നു തലേന്ന്. അപ്പോൾ അതിൽ 4 എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇവ കൂടെ കൊടുക്കണം, ഇവളാണ് എനിക്ക് സവാളയൊക്കെ അരിഞ്ഞാന്ന്. അപ്പോൾ അത് അവൾ തന്നെ പൊരിച്ചെടുത്ത് അവൾ 2 എടുത്ത് ഞങ്ങൾക്ക് ഓരോന്ന് നിന്ന് അവൾ കഴിച്ച്. അത് കഴിഞ്ഞ് നെമ്മീനുണ്ടായിരുന്നു, നെമ്മീനെടുത്ത് അവൾ അതിനെ അരച്ച് മുളകൊക്കെ അരച്ച്, അത് ഉണക്കമുളക് ഇങ്ങനെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ പാവയ്ക്ക എന്ത് ചെയ്ത് ഞാൻ വിചാരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാമെന്ന്. അങ്ങനെ അതും എടുത്ത് അരിഞ്ഞ് വെച്ച് അരി ആട്ടി വെച്ച് ഹസ്ബൻഡിന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ. അത് കഴിഞ്ഞ് അരിയെടുപ്പിട്ടിട്ടുണ്ട് അവൾ. പിന്നെ ചൊരയ്ക്കായും കടലയും കൂടെ ചേർത്തൊരു മെഴുക്ക്. അത് മെഴുക്ക്, നിങ്ങൾ മെഴുക്കെന്ന് പറയുന്ന മെഴുക്ക്. പിന്നെ ഒരു സാമ്പാർ തട്ടിക്കൂട്ടി അവൾ. പിന്നെ ഒരു കോവയ്ക്ക മെഴുക്ക്. അത് കഴിഞ്ഞ് സാമ്പാർ മുളകാണ് ഇത്, ഞങ്ങളുടെ വീട്ടിൽ പിടിക്കുന്ന സാമ്പാർ മുളകായത്, ഞാൻ നട്ട് പിടിപ്പിച്ചെടുത്തത്. അങ്ങനെ അതെടുത്ത് അവൾ റെഡിയാക്കി. ഞങ്ങൾ ഈ കല്ലിനകത്താണ് ഈ കറി ഉണ്ടാക്കുന്നത്. നല്ലതാണ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അന്ന് 800 എനിക്ക് മറന്നു പോയിട്ട്, എൻ്റെ വില ഓർമ്മയില്ല. നല്ല ചൂട് നല്ല നിൽക്കും. തിളച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ തീയൊന്ന് കുറച്ചിരുന്നാൽ അവർ അതിനകത്ത് കിടന്നങ്ങ് ശരിയായിക്കോളും. അങ്ങനെ നെമ്മീൻ കറി അതിനകത്ത് പുകയില തടുപ്പി കൊണ്ടുവച്ച് അത് റെഡിയാക്കി എടുത്ത്. ഇതിനിടയ്ക്ക് ഹസ്ബൻഡിന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക. ചപ്പാത്തി അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. എന്താ പറയുക, ചോറിനൂടെ കഴിക്കാൻ വേണ്ടി. ചില ദിവസങ്ങളിൽ ചപ്പാത്തി വേണം, ചില ദിവസങ്ങളിൽ ദോശ വേണം, അങ്ങനെയൊക്കെയാണ്. വൈകുന്നേരം അവൾ പോയി കഴിഞ്ഞ് 4 മണിക്ക് ചായ ഇട്ട് 4 അച്ചപ്പവും എടുത്ത് ഞങ്ങൾ രണ്ടുകൂടെ കഴിച്ച്. രാത്രിയായപ്പോഴത്തേക്ക് രാവിലത്തെ ദോശയുടെ ചമ്മന്തി ഉണ്ടായിരുന്നു, ചമ്മന്തിയും ദോശയും കൂടെ കൊടുത്ത്. ഇത്ര മാത്രമാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കളയുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.